ഹായ്, നമ്മളീ കാണുന്ന ഈ ഒരു സ്ഥലം നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റൺവേയുടെ തൊട്ട് പുറകിലുള്ളൊരു വഴിയാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വരുന്ന ഫ്ലൈറ്റുകളുടെ ലാൻഡിങ്ങും അതുപോലെ ടേക്ക് ഓഫ് എല്ലാം നമുക്ക് തൊട്ടടുത്ത് നിന്ന് കാണാൻ പറ്റും. ഫ്ലൈറ്റിൻ്റെ മാത്രമല്ല, ഇവിടെ തൊട്ടടുത്ത് തന്നെ റെയിൽവേ ട്രാക്കും ഉണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് ഫ്ലൈറ്റിൻ്റെയും അതുപോലെ തന്നെ ട്രെയിനിൻ്റെയും കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട് എത്തുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് യൂട്ടേൺ എടുക്കുക. അതിനുശേഷം നമ്മൾ ചൊവ്വരയ്ക്ക് പോകുന്ന റൂട്ടിലാണ് വരേണ്ടത്. അപ്പോൾ ആ ഒരു റൂട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സ്ഥലം കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലവും മറ്റൊരു ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റ് ആണ്. അതായത് നമ്മൾ അവിടുന്ന് ചൊവ്വര റൂട്ടിൽ തന്നെ വന്നിട്ട് ടേക്ക് ഓഫ് കഫേ അല്ലെങ്കിൽ കല്ലുംകൂട്ടം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ട് ഇവിടുത്തെ ഫ്ലൈറ്റിൻ്റെ വ്യൂ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു കഫേയാണ് ടേക്ക് ഓഫ് കഫേ. അപ്പോൾ ഇതാണ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കേണ്ട ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫ് ഒക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ അവധി ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്ന ആ ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നൈറ്റിലെ ടേക്ക് ഓഫിൻ്റെ കാഴ്ച ഇവിടെ നിന്ന് കാണാൻ പറ്റും. ടേക്ക് ഓഫ് മാത്രമല്ല, ചില സമയത്ത് നമുക്ക് ഇവിടെ ലാൻഡിങ്ങും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും അവധി ദിവസങ്ങളിലൊക്കെ വന്നിട്ട് ഫ്രണ്ട്സായിട്ടോ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഫ്ലൈറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.